സിനിമയാവുകയാണെങ്കിൽ അത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കോരപ്പാപ്പനായിട്ട് വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റില്ല. മമ്മൂക്ക അല്ലാതെ മറ്റൊരാൾക്കും കോരപ്പാപ്പനായിട്ട് അഭിനയിക്കാനും പറ്റില്ല. പ്രായം ഒരു വിഷയമല്ലേ? ഒരു വിഷയവുമാവില്ല. ട്രാൻസ്ലേറ്റർ വളരെ ഡീപ്പായിട്ട് വായിച്ചോണ്ട് പറയാം. എന്റെ മനസ്സിലെ കോര ഇസ് എ യങ് ഹാൻസം സ്ട്രാപ്പിംഗ് മാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മമ്മൂട്ടി തന്നെയാണോ സാർ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, കോരപ്പാപ്പൻ ഒരുപക്ഷെ ഇതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തായിരുന്നു. വീണ്ടും ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുകൊണ്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു വേഷം ചെയ്താലുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോരപ്പാപ്പൻ, ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഒരു വണ്ടർ നോവലാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2026-ലും 2025-ലൊക്കെ നടന്നു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഊഹിച്ച് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇൻഡ്യൂഷനിലൂടെ എഴുതപ്പെട്ടിട്ടുണ്ട് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരു നോവൽ എന്ന് പറയേണ്ടി വരും. ടി ഡി രാമകൃഷ്ണന്റെ എഴുത്ത് ഒരു ഗംഭീര എഴുത്ത് തന്നെയാണ്. ആ ഒരു എഴുത്ത്, ആ സംഭാഷണ ശൈലികൾക്കുള്ള പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക, കേട്ടിട്ടുണ്ടായിരിക്കുക. അത് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ആ ഒരു സിനിമയോട് കൂടിയിട്ടായിരിക്കും. ടി ഡി രാമകൃഷ്ണൻ ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരുപക്ഷെ കേരളക്കര മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് പറയാവുന്ന ഒരു നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരു നോവൽ. അതൊരു കച്ചവടക്കാരനായിട്ടുള്ള, അതിക്രൂരനായിട്ടുള്ള, വളരെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് ഇട്ടിക്കോര പാപ്പൻ. ഇട്ടിക്കോര പാപ്പൻ ഒരുപക്ഷെ അതിന്റെ ട്രാൻസ്ലേറ്റർ പറയുന്നത് അവര് വായിച്ചറിഞ്ഞ ഒരു അവസ്ഥയിൽ വളരെ യങ് ആയിട്ടുള്ള, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്നാണ്. പക്ഷേ എഴുത്തുകാരനായിട്ട് ടി ഡി രാമകൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഫ്രാൻസിസ് ഇട്ടിക്കോരയായിട്ട് അല്ലെങ്കിൽ ഇട്ടിക്കോര പാപ്പനായിട്ട് എനിക്ക് മമ്മൂട്ടി അല്ലാതെ വേറൊരാളെയും സങ്കല്പിക്കാനാവില്ല എന്നാണ്. ഒരു എഴുത്തുകാരൻ അങ്ങനെ ഇരുന്ന് പറയുമ്പോഴും വെറും ഒരു ട്രാൻസ്ലേറ്ററായിട്ടുള്ള ആ ഒരു നോവൽ അതിഗംഭീരമായിട്ട് എത്രയോ തവണ വായിച്ചെന്ന് പറയപ്പെടുന്ന ആ ഒരു ട്രാൻസ്ലേറ്റർക്ക് എന്തിന്റെ തോന്നലാണ് ഇതിന് മമ്മൂട്ടി പറ്റൂല, മമ്മൂട്ടിയുടെ പ്രായം അതിനൊരു വലിയ പ്രശ്നമാവും എന്നൊക്കെ ചോദിക്കാൻ ഇവർക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എഴുത്തുകാരനാണ് അതിന്റെ മുമ്പിലിരിക്കുന്നത്. ട്രാൻസ്ലേറ്ററേക്കാൾ കവിഞ്ഞ് ഒരു എഴുത്തുകാരന് തന്റെ കഥാപാത്രത്തെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമായ ബോധ്യം ഉണ്ടായിരിക്കും, ഒരു സംശയമില്ലാതെ. ആ എഴുത്തുകാരൻ എന്ന് പറയാണ്, എന്റെ സിനിമയ്ക്ക് പറ്റിയത്, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ എന്റെ ഈ കഥയിലെ ആ കഥാപാത്രത്തിന് പറ്റിയ വേഷം ചെയ്യാൻ പറ്റിയ ഒരാള് അത് മമ്മൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മലയാളക്കര എന്ന് പറയുമ്പോൾ അതവിടെ യെസ് എന്ന് പറഞ്ഞു തീർക്കല്ലാതെ വേറെ ഒന്നും വഴിയില്ല. ബാക്കി കേൾക്കാം. ചോദ്യമാണ് അത്. സിനിമയാക്കാനൊന്നും അത്ര എളുപ്പത്തിൽ പറ്റുന്നൊരു കാര്യമല്ല. ചോദിച്ച സ്ഥിതിക്ക് മറ്റ് ഒരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. ചിലപ്പം നമുക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടൊക്കെ ആവാം. എന്താ വെച്ചാൽ ഇട്ടിക്കോരയുടെ ആദ്യ വായനക്കാരിൽ ഒരാളാണ് മമ്മൂക്ക. ഇട്ടിക്കോര പുറത്തിറങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അത് വായിക്കും, പിന്നെയും പലതവണ വായിക്കും. നല്ല രീതിയിൽ അതിന്റെ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഇപ്പം ആളുടെ രൂപത്തെക്കാൾ ഉപരി അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സിനിമയിൽ വരുന്ന വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു കുട്ടിക്കൊരു പാപ്പ പക്ഷെ യങ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള മനുഷ്യനായിരിക്കും കരുതുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു കഥാപാത്രത്തെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ അഭിനയിക്കുമ്പോൾ അയാൾ അതെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും ഒരു വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇട്ടിക്കോര പാപ്പനായിട്ട് പൃഥ്വിരാജിനെയോ ടൊവിനോ തോമസിനെയോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനൊക്കെ എന്റെ പടച്ചോനെ എനിക്ക് സങ്കല്പിക്കാനൊക്കെ കഴിയുന്നില്ല, ഭയങ്കര ബോറായിരിക്കും. വേറെ ആളില്ല. മോഹൻലാലിന് ആ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തെ നന്നായിട്ട് വായിച്ച ഒരു മനുഷ്യൻ നിലയ്ക്ക് മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും ഒരു മമ്മൂട്ടിയുടെ സ്റ്റൈലിലുള്ള ഒരു ഇട്ടിക്കോര പാപ്പനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ഇയാളൊക്കെ പറയുന്ന പോലെ യങ്ങായിട്ട് ഇനി അഭിനയിക്കാൻ കഴിയില്ല മമ്മൂട്ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ബോഷ്കാണ്. വേണമെങ്കിൽ അതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അത്രയേറെ എഫേർട്ടുകൾ എടുക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട്. അതുമാത്രമല്ല, ഈ ഒരു കഥാപാത്രം മമ്മൂട്ടി ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയത് അത്രയേറെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ മമ്മൂട്ടി അടുത്ത കാലത്ത് ചെയ്തു കഴിഞ്ഞു. ഇതൊരു പക്ക നെഗറ്റീവ് കഥാപാത്രമാണ്. മനുഷ്യമാംസം അടക്കം രുചിച്ചു നോക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ മമ്മൂട്ടി അതിഗംഭീരമായിട്ട് ചെയ്യുമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ടുള്ള ചേഞ്ചസ് കാണാം. ചിലപ്പോൾ പക്ക റിയാലിറ്റിയുടെ അതിസൂക്ഷ്മതയിലേക്ക് പോകുന്ന സിനിമകൾ വളരെയധികം സ്വീകരിക്കപ്പെടുന്ന ഒരു കാലം വരും. ഇപ്പൊ വന്നേക്കുന്ന ഒരു മാറ്റം, ഇപ്പൊ കഴിഞ്ഞ 2025 ഹൊറർ സിനിമകളിലേക്ക് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ ഉണ്ടായ ഒരു ഇപ്പം അതിൽ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാല് ഓസ്കാർ അക്കാഡമിയിൽ നമ്മുടെ ഭ്രമയുഗം 12-ാം തീയതിയാണ് സ്ക്രീൻ ചെയ്യുന്നത്. ഫെബ്രുവരി 12-ാം തീയതി സ്ക്രീൻ ചെയ്യുന്ന ആദ്യത്തെ ഇതിൽപ്പെട്ടൊരു മലയാള ചിത്രമാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഹൊറർ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഭ്രമയുഗത്തിന് കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് അത് ഒരു മൾട്ടി ലെയേർഡ് നെറേഷനാണ്. ഹൊറർ മാത്രമല്ല അതെന്ന് കണ്ട് ഇറങ്ങുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നാൽ തീർച്ചയായിട്ടും. അപ്പോ ഇവിടെ ടി.ഡി. രാമകൃഷ്ണൻ പറയുന്നത് ആ ഒരു ഇട്ടിക്കോര പാപ്പിനെ കുറിച്ചിട്ടാണ്. ആ ഇട്ടിക്കോര പാപ്പിനെ കുറിച്ചിട്ട് മമ്മൂട്ടിക്ക് എന്തറിയാം എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരും. എനിക്ക് തോന്നുന്നത് ഒരിക്കൽ ഒരു 4-5 വർഷം മുമ്പാണോ ഒരു വായനാ ദിനത്തില് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇട്ടിക്കോര പാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വായനാ ദിനം, വായനാവാരം, വായനാ ദിനത്തിലും തന്നെ വായിക്കണമെന്നില്ല. എപ്പോഴും വായിക്കും. ഒരു ദിവസത്തിലുള്ള ഒരു വരിയെങ്കിലും വായിക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നില്ല. ഒന്നിലൊരു പത്രത്തിന് തലക്കെട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡോ ഒരു കുറിപ്പോ എന്തെങ്കിലും ഒന്ന് വായിക്കണം. ഞാൻ ആ വായനയെ പറ്റി നമ്മള് അറിവിലും ആനന്ദത്തിനും വേണ്ടി വായിക്കുന്ന വായന സാധാരണ അങ്ങനെ വായിക്കുന്ന പുസ്തകങ്ങളാണ്. പലരും പല തരത്തിൽ വായിക്കും. മനസ്സുകൊണ്ട് വായിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സമയം പോകാൻ പറ്റും. പല പുസ്തകങ്ങളും പലതരത്തിലും വായിക്കും. ഈ വായനയിൽ തന്നെ വളരെ പ്രത്യേകത. ഞാൻ വായിക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്ക് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് വായിക്കുകയും മനസ്സിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വായന. അതായത് വായിക്കുന്ന വാക്കുകൾക്ക്, പറയുന്ന വാക്കുകൾക്ക് മുന്നിലെ വാക്കുകളിൽ എപ്പോഴും കണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. ചിലപ്പോൾ വായിക്കുകയും ചെയ്യാം, പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഹൃദയസ്ഥമാകുകയും ചെയ്യും, മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെയാണ് എന്റെ വായന. ഞാൻ അങ്ങനെയല്ലേ ഇത് വായിച്ചു നോക്കാം. ഈ പുസ്തകത്തെ പറ്റി പറയാം. ഇത് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞ ടി.ഡി. രാമകൃഷ്ണന്റെ ബുക്കാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് അദ്ദേഹം വായിച്ചു തന്നു. അന്ന് ഞാനിത് കുറെ വായിച്ചു, പിന്നെയും വായിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിന്റെ ഒരു ഭാഗം വായിക്കാം. ഇട്ടിക്കോരയുടെ ഒരു സാഹസത്തെ പറ്റിയാണ്. കച്ചവടത്തിന് പുറമെ മറ്റു പല രംഗങ്ങളിലും ഇട്ടിക്കോരയുടെ പേര് പതുക്കെ പൊന്തിയുന്നു. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും വിദേശ ഭാഷകളിലും ഒക്കെ ഇട്ടിക്കോരയ്ക്കുള്ള അറിവിനെ പറ്റി അറിഞ്ഞ പലരും കാണാനുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങള് ഈ ഒരു സംഗതി ഞാൻ പറയുക, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കഥ പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ചാനൽ തുടങ്ങിയാൽ അതൊക്കെ വെറുതെ തോന്നിപ്പോയി. മനസ്സിലായില്ല അല്ലേ? മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ അനുഭവങ്ങൾ, താൻ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ടൊക്കെ ചുമ്മാ ഇരുന്ന് സംസാരിച്ച് തന്നെ ആളുകൾ അത് കാണാണ്ടായിരിക്കും. ആ ഒരു ശബ്ദം അത്രയേറെ സൗന്ദര്യമുള്ളതുകൊണ്ടാണ്. നോക്കൂ, ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇട്ടിക്കോര പാപ്പ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രത്തോളമാണ് ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട് മമ്മൂട്ടിക്ക് അറിവുള്ളത് എന്നാണ്. നന്നായിട്ട് അറിവുണ്ട്. അപ്പൊ ആ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട്, ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് അത്രയേറെ വായിച്ചതുകൊണ്ടും അറിവുള്ളതുകൊണ്ടും അത്രയേറെ ഇഷ്ടമുള്ളതുകൊണ്ടും ആ ഒരു കഥാപാത്രം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. ഒരു സംശയമില്ല, മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. എന്തൊക്കെയും ഇട്ടിക്കോര പാപ്പനെ കുറിച്ച് ഒന്നുകൂടി കേൾക്കണം. അയ്യോ, പരസ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യം തീർന്നു പോകണേ. യെസ്. പ്രത്യേക സാഹചര്യത്തിലാണ് ആൽഫ എന്നുള്ള നോവലിന് കിട്ടുന്ന ഫീഡ്ബാക്ക് ആണ് അതിൽ ഏറ്റവും പ്രധാനം. ആൽഫ ഒരു സാമ്പ്രദായിക രീതിയിൽ അത് പ്രമേയം വളരെ വ്യത്യസ്തമായ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെന്റിന്റെ ഫ്രെയിമിലൊക്കെ ആണെങ്കിൽ കൂടി അതിന്റെ നറേഷൻ മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഒരു നോവലെഴുത്തിന്റെ രീതിയിൽ തന്നെ ആ കാലത്ത് എന്നെ ആകർഷിച്ച ചില എഴുത്ത് രീതികൾ ആൽഫയെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടി.ഡി. രാമകൃഷ്ണൻ പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം ഉണ്ടായതെന്നുള്ളതാണ്. അത് ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പത്തെ പുസ്തകമായിട്ടുള്ള ആൽഫ മുതൽ ഇദ്ദേഹം എങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് ആ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട്. എന്തൊക്കെയായാലും അതൊരു സിനിമയായിട്ട് മാറുകയാണെങ്കിൽ, ഏത് നമ്മുടെ ഫ്രാൻസിസ് ഇട്ടിക്കോര അതൊരു സിനിമയായിട്ട് മാറുകയാണെങ്കിൽ എനിക്കിപ്പോഴും തോന്നുന്നത് ബെസ്റ്റ് മമ്മൂട്ടി അല്ലാതെ
വേറൊരാളില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേറെ വല്ല തോന്നലുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.